ഇറാൻ ഇസ്രയേൽ യുദ്ധം ഉണ്ടാവില്ല എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. ലോകരാഷ്ട്രങ്ങളാകെ ഇസ്രയേലിനെ വിലക്കി. ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടമൊന്നും ഇറാൻ്റെ ആക്രമണത്തിൽ നിന്നും ഉണ്ടായുമില്ല. പക്ഷേ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ച് ഇസ്രയേൽ മിസൈലുകൾ ഇറാനിൽ വീണിരിക്കുകയാണ്. ലോകത്ത് വലിയ ആശങ്ക. ഒരു ലോകയുദ്ധത്തിൻ്റെ തുടക്കമാണോ ഇത്? ഇല്ലില്ല, ലോകയുദ്ധത്തിൻ്റെ തുടക്കമൊന്നുമല്ല. ഈ ഇസ്രായേലിനോട് അടിക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അമേരിക്ക പറഞ്ഞെന്നാണ് മീഡിയ വൺ പറയുന്നത്. പക്ഷേ ഇറാനെടുത്ത് അമേരിക്ക പറഞ്ഞതെന്താ, ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് വന്ന മിസൈലുകൾ തടഞ്ഞത് ഇസ്രായേലാണോ അമേരിക്കയാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. അമേരിക്കയാണെന്ന് പറയപ്പെടുന്നു. കാരണം ആ മിസൈൽ തടഞ്ഞത് ഒരു പ്രത്യേക ടെക്നോളജി വെച്ചിട്ടാണ്. അറ്റ്മോസ്ഫിയറിന് പുറത്ത് വെച്ചാണ് ആ മിസൈൽ നശിപ്പിച്ചു കളയുന്നത്. അതായത് അതിൻ്റെ പൊടി പോലും താഴെ വീണിട്ടില്ല. ഒരു മിസൈൽ തകർന്ന് താഴെ വീണില്ല. കാരണം അറ്റ്മോസ്ഫിയറിന് മുകളിൽ വെച്ചാണ് അതിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് പുറത്ത് വിട്ടത് ഇസ്രായേലാണ്. ബട്ട് ആ ഓപ്പറേഷൻ ഇസ്രായേലിനും ആ കേപ്പബിലിറ്റി ഉണ്ട്, അമേരിക്കയ്ക്കും ഉണ്ട്. അതായത് ഒരു മിസൈൽ പൊട്ടിച്ചിട്ട് ഒരു ബലൂൺ പോലെ ഗ്ലോബായിട്ട് ഇങ്ങനെ അത് ഇതിൽ അലിഞ്ഞങ്ങ് പോകും. ആ രീതിയിലാണ് അവർ നേരിട്ടത്. ഒന്നും സംഭവിച്ചില്ല, അവർക്ക് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആക്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ തിരിച്ചടിക്കും ഇസ്രായേൽ. അവരുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഈ ഇറാൻ കാണിച്ച ഒരു മണ്ടത്തരം എന്ന് വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആരും അറിയില്ല എന്നുള്ളൊരു ധാരണ ഇറാനുണ്ടായിരുന്നു. അതെന്താ? ഇറാൻ എംബസിയെ ഇവർ ആക്രമിച്ചു എന്നാണല്ലോ കേസ്. 2 ജനറൽമാർ ഉൾപ്പെടെ മരിച്ചു. അതെ, സിറിയയിൽ ഡമാസ്കസിലുള്ള ഇറാൻ എംബസി അത് ഇസ്രായേൽ ആക്രമിച്ചു. അവരുടെ 2 ജനറൽമാരടക്കം 4 പേര് മരിച്ചു. ഇതാണ് പ്രകോപനം. വാസ്തവത്തിൽ ഇസ്രായേൽ ഈ എംബസി ആക്രമിച്ചിട്ടില്ല. എംബസിക്ക് തൊട്ടടുത്തുള്ള വേറൊരു കെട്ടിടമാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. പക്ഷേ ഈ കെട്ടിടത്തിൽ ഈ 2 ജനറൽമാരും മറ്റുള്ളവരും ഉണ്ട് എന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. മാസം കുറേയായി ഈ ലെബനനിലെ ഹിസ്ബുള്ള, അതുകൂടാതെ യമനിലെ ഹൂതികൾ, ഈ 2 പേരെയും ഇളക്കി വിട്ടുകൊണ്ടിരുന്നത് ഇറാനാണ്. അവരുടെ ജനറൽമാരാണ് ഈ ഡമാസ്കസിൽ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ അവരെ കൊല്ലാനുള്ള ഉദ്ദേശത്തിലാണ് കറക്റ്റ് ആ ബിൽഡിങ് ഇവർ തകർത്ത് കളഞ്ഞു. ഇറാൻ്റെ എംബസിക്ക് യാതൊരു കേടുപാടും സംഭവിച്ചില്ല. ഈ ജനറൽമാർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇറാൻ മിണ്ടുകയില്ലായിരുന്നു. ജനറൽമാർ മരിച്ചപ്പോൾ ഇറാന് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. അപ്പോൾ അന്നത്തെ സംസാരത്തിൽ ഇറാൻ മറ്റ് രാജ്യങ്ങൾക്ക് മെസ്സേജ് കൊടുത്തു, ഞങ്ങളൊന്നും തിരിച്ചടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുറച്ചിലല്ലേ. അപ്പോൾ ഇതിനകത്തൊരു പോയിന്റ് വന്നതെന്ന് വെച്ചാൽ ഇറാൻ ഷിയയാണ്, പാലസ്തീനികൾ സുന്നികളാണ്. എന്തിനാ ചേട്ടാ നിങ്ങൾ ഇതിൽ തലവയ്ക്കുന്നത്? ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇറാൻ ഇതിൽ തലവയ്ക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങളുടെ ഖാലിഫ ആയിട്ട് അവർക്ക് വാഴണം. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ പാലസ്തീൻകാരുടെ ലെവലേശം സിമ്പതി ഇറാനില്ല. കാരണം അവർ സുന്നികളാണ്, അതുകൊണ്ട് കാഫിറാണ്. ഇവർ തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും. പിന്നെ അല്ല, ഈ ഇറാനിൽ 100% ഷിയാക്കളാണല്ലോ. ഷിയ പലപ്പോഴും സുന്നികളെക്കാൾ ക്രൂവലാണ്, ഭയങ്കര ക്രൂവലാണ്. സാധുക്കളൊന്നുമില്ല. ഇന്ത്യയിൽ ഷിയയുടെ എണ്ണം തീരെ കുറവായതുകൊണ്ട് അവരുടെ മസിൽ പവർ നമുക്ക് അറിഞ്ഞുകൂടാ. യു ഗോ ടു ഇറാനിലല്ലേ വലിയ മറ്റേ തട്ടത്തിൻ്റെ ഇടയിലൂടെ 2 മുടിനില പുറത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീയെ ശിക്ഷിച്ചത്. അങ്ങനത്തെ ഷിയാക്കളാണ് ഇറാൻ. അല്ല, പൊതുവെ നമ്മുടെ അവരുടെ ധാരണ ഈ സുന്നികളാണ് ഭീകരർ, ഷിയാക്കൾ സാധുക്കളാണ്. അതിവിടെ സുന്നി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ചെറിയ പോപ്പുലേഷൻ ഇവിടെ UP-യിലൊക്കെ ഉണ്ട്. അവരുടെ ഒരു പള്ളി സുന്നികൾ പിടിച്ചെടുത്തു. ആ പള്ളി തിരിച്ചു കൊടുക്കാൻ 1975 സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇതുവരെ ഷിയാക്കൾക്ക് അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം ഇന്ത്യയിലെ ഷിയാക്കൾ ഒരു പ്രോ ഹിന്ദു ലൈനിലാണ് പോകുന്നത്. ബിക്കോസ് സുന്നീസ് ആർ അഗൻസ്റ്റ് ഹിന്ദുസ്, വി സപ്പോർട്ട് ഹിന്ദു. ശത്രുവിൻ്റെ ശത്രു മിത്രം, ഈ ഇക്വേഷൻ വെച്ചിട്ട്.
അങ്ങനെയാണ് രാമജന്മഭൂമിയിൽ ഷിയ വഖഫ് ബോർഡ് കടന്നു കയറാൻ നോക്കി. കടന്ന് കയറിയവർ ദേവൻ അപ് ടു സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടാണ് ഇത് നെസസറി പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ മാത്രമല്ല 33 പാർട്ടികളെ ഈ കേസിൽ നിന്ന് സുപ്രീം കോടതി ഒഴിവാക്കി. അനാവശ്യമായിട്ട് വന്ന് ഇംപ്ലീഡ് ചെയ്ത് നമ്മളുടെ ബൃന്ദ കാരാട്ടർ ഉണ്ടായിരുന്നു, പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു, റോമില്ല താപ്പർ, ഈ ഗാങ് എല്ലാം ഇതിൽ ഇംപ്ലീഡിങ് പെറ്റീഷൻ കൊടുത്തതാണ്. സകലത് 33 പേരെയും സുപ്രീം കോടതി ഒഴിവാക്കി. അതിലൊന്ന് ഈ ഷിയ വഖഫ് ബോർഡായിരുന്നു. ഷിയ വഖഫ് ബോർഡ് രാമജന്മഭൂമിക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും എല്ലാ സ്ഥലത്തും ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ. അപ്പം നമ്മളുടെ ധാരണ മര്യാദക്കാരാണ് എന്നാണ്. ശരിയാണ്, ഇവിടെ മര്യാദക്കാരാണ്, അവിടെ അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് എന്താ ഇതിൽ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോക മുസ്ലിമിൻ്റെ തലപ്പത്തെത്തണം. ഇതാണ് തുർക്കിയുടെ ആവശ്യം. അതാണ്. തുർക്കിയാണല്ലോ ഒറിജിനൽ ഖലീഫ. അപ്പോൾ ആ ഒറിജിനൽ തറവാട് ഞാനാണ്, എന്നെ കവിഞ്ഞ് നീ ആരടാ എന്നുള്ള ചോദ്യം തുർക്കി. ഇതാണ് ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഈ ചോദ്യത്തിന് മുമ്പിൽ ഇറാന് വ്യക്തമായൊരു ഉത്തരവൊന്നുമില്ല. നിങ്ങൾ പാലസ്തീൻകാരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇവരെ കോൺസുലേറ്റ് ആക്രമിച്ചു എന്നൊരു പരസ്യം വന്നു. കോൺസുലേറ്റ് അല്ല, തൊട്ടടുത്ത ബിൽഡിംഗ് ആണ് എന്നുള്ളത് ഇറാന് പുറത്ത് പറയാൻ വയ്യ. ഇസ്രായേൽ അത് പറഞ്ഞു, ഞങ്ങൾ കോൺസുലേറ്റിനും തൊടാൻ പേടിയുണ്ടായിട്ടില്ല, കാരണം ഈ കക്ഷി ഇരുന്നത് തൊട്ടടുത്ത തൊഴുത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ തൊഴുത്ത് ബോംബ് ചെയ്തു. ഇതാണ് ഇസ്രായേൽ പറഞ്ഞത്. അപ്പോൾ ഇസ്രായേലിനോട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു, ഇറാനോട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇറാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കുറച്ചിൽ സംഭവിച്ചു, അതുകൊണ്ട് പേരിനെങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ പ്രതികരണം അവസാനിച്ചു എന്ന് പറഞ്ഞു. പ്രതികരണം അവസാനിച്ചു, എല്ലാം ഇവിടെ വെച്ച് നിർത്താൻ എങ്ങനെ ഇസ്രായേൽ തയ്യാറല്ല. ഇസ്രായേൽ പറയും നീ വേണ്ടാതിനത്തിന് ഇതിന് നടുക്ക് വന്നിട്ട് ഈ ഹിസ്ബുല്ലയെ പറഞ്ഞു വിടുക, ഹൂത്തികളെ പറഞ്ഞു വിടുക, നീ കാണിക്കുന്ന പോക്കൃത്തിന് എന്താ? ഹൂത്തികൾ എന്താ ചെയ്യുന്നത്? വല്ലവരുടെയൊക്കെ കപ്പൽ, ഇന്ത്യയുടെയൊക്കെ കപ്പൽ പിടിച്ചെടുക്കുക, പേടിപ്പിക്കുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക, കാശ് മേടിക്കുക, ഈ തെമ്മാടിത്തരം മുഴുവൻ ഹൂത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ഒഫീഷ്യൽ യമൻ സർക്കാരിന് ഹൂത്തികളുടെ പുറത്തൊരു നിയന്ത്രണമില്ല. സൗദി അറേബ്യ യമനെ കിളച്ച് മറിച്ച് ബോംബിട്ട് നശിപ്പിച്ചു. ഏകദേശം 2 ലക്ഷം ആൾക്കാരെ കൊന്നു തീർത്തു സൗദി അറേബ്യ. എന്നിട്ടും യമൻ്റെ അഹങ്കാരം അവസാനിക്കുന്നില്ല, ഹൂത്തികളുടെ അഹങ്കാരം. അപ്പോൾ അവരെ ഫൈനാൻസ് ചെയ്യുന്ന ആരാ? ഇറാനാണ്. ഇത് സൗദി അറേബ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എഗെയിൻ സൗദി അറേബ്യ സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. അപ്പോൾ ഈ യമനെ ഇറാൻ സഹായിക്കുന്നത് ഒരു ഷിയാക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് സൗദി കാണുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡൈനാമിക്സ്. അപ്പോൾ അതുകൊണ്ട് മേജർ സ്കെയിൽ വാറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കും. അവരെ ആർക്കും തടയാൻ സാധ്യമല്ല. കാരണം അവർക്ക് ടാസിറ്റ് സപ്പോർട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. കാരണം ജെനുവിൻ കോസ് ഇസ്രായേലിൻ്റെ ആണ് എന്ന് ഇന്ത്യക്കറിയാം, റഷ്യക്കറിയാം, US-നറിയാം, യൂറോപ്പിന് ഫുൾ അറിയാം, അറബ് രാജ്യങ്ങൾക്കറിയാം. നൗ ഹൂ റിമെയിൻസ്? ഈ പറഞ്ഞ തല്ലിപ്പൊളികൾ, ഹിസ്ബുള്ള, ഹൂത്തി, ഇതുപോലെയുള്ള കൊള്ളസംഘങ്ങൾ മാത്രമാണ് ഈ പാലസ്തീൻ കോസിൻ്റെ കൂടെയുള്ളത്. പാലസ്തീൻകാർ പോലും ഒരു പബ്ലിക് ഡിബേറ്റിന് ആരും തയ്യാറാവില്ല. പാലസ്തീൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെയുണ്ടല്ലോ, KT ജലീൽ, പിണറായി വിജയൻ അടക്കം. ഇവരൊരു ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാകുമോ പാലസ്തീൻ ഇഷ്യൂവിനെ പറ്റി? നോ. ഏകപക്ഷീയമായി സംസാരിക്കാനേ താല്പര്യപ്പെടുന്നു. കേരളത്തിൽ അപ്രത്യക്ഷമായി പോയത് ഓപ്പൺ ഡിബേറ്റ്സ് ആണ്. പണ്ട് മലയാള മനോരമയുടെ നേതൃത്വത്തിൽ KM ചെറിയാൻ്റെ ഇതുണ്ടായിരുന്നു, ഭാഷാഭൂഷണി സഭ, വൈക്കത്ത്, സാഹിത്യകാരന്മാരാണ്. അതിൽ ഓപ്പൺ ഡിബേറ്റ് നടക്കുമായിരുന്നു. പ്രാസം വേണോ കവിതയിൽ, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേരളവർമ്മ, വലിയ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ആമ്പരേവരൊക്കെ വലിയ പ്രഗത്ഭന്മാർ. ദർ വാസ് എ ഹിസ്റ്ററി ഓഫ് ഓപ്പൺ ഡിബേറ്റ് ഇൻ കേരള. അയ്യങ്കാളി ഓപ്പൺ ഡിബേറ്റിനും തയ്യാറായതാണ്. ക്രൈസ്തവ മിഷണറിമാരെ അയ്യങ്കാളി വെല്ലുവിളിച്ചു. അയ്യങ്കാളി പറഞ്ഞു എനിക്ക് ഫോർമൽ വിദ്യാഭ്യാസം പറഞ്ഞുകൂടാ, ഞാൻ പാസ്സായിട്ടില്ല, എനിക്ക് നിങ്ങളുടെ കിതാബും മനസ്സിലാവില്ല. എൻ്റെ കൂടെ വിശാഖൻ തേവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ പറഞ്ഞ് ക്രിസ്ത്യാനിയാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ അതോടെ ഞാൻ കംപ്ലീറ്റ് അങ്ങ് മാറിയേക്കാം. 1 കോടി രൂപയായിരുന്നു അവരുടെ ഓഫർ അന്നത്തെ കാലത്ത്. അംബേദ്കർക്ക് 5 കോടി, അത് ഹൈദരാബാദ് നിസാം മുസ്ലിമായിട്ട് മാറാൻ ഓഫർ ചെയ്തതാണ്.
അയ്യങ്കാളിക്ക് 1 കോടി ക്രിസ്ത്യാനിയായിട്ട് മാറാൻ. അയ്യങ്കാളി പറഞ്ഞു, ലെറ്റസ് ഹാവ് എ പബ്ലിക് ഡിബേറ്റ്. എനിക്ക് വേണ്ടിയിട്ട് വിശാഖൻ ദേവൻ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ചേർത്തലയുടെ വടക്കേറ്റത്ത് പൂച്ചാക്കൽ എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലത്താണ് 3 ദിവസത്തെ ഡിബേറ്റ് ഓർഗനൈസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം പാതിരിമാർ വന്നില്ല. കാരണം ഈ വിശാഖൻ ദേവൻ എന്ന് പറഞ്ഞാൽ അവിട്ടൻ തിരുനാൾ അയ്യങ്കാളി എന്ന് പറയുമല്ലോ, അതുപോലെ തേവനാണ് വിശാഖം തിരുനാൾ തേവൻ. പക്ഷെ ഈ തിരുനാൾ ചേർത്തില്ല, കാരണം അയ്യങ്കാളിയുടെ ഒന്ന് താഴെ നിന്നാൽ മതി. അങ്ങനെ അറിയപ്പെട്ട ആളാണ് വിശാഖം ദേവൻ. വിശാഖൻ ദേവൻ്റെ ഡിബേറ്റിംഗ് സ്കില്ലിന് മുമ്പിൽ, ലോജിക്കിന് മുമ്പിൽ പാതിരിമാർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. 3-ാം ദിവസം അവർ വന്നില്ല. പന്തലൊക്കെ ഇട്ട് വലിയ ഡിബേറ്റായിരുന്നു. ഈ ഓപ്പൺ ഡിബേറ്റിൻ്റെ വലിയൊരു ചരിത്രം കേരളത്തിനുണ്ട്. ഇതില്ലാതെയാക്കിയത് ഇടതുപക്ഷമാണ്. ഓപ്പൺ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. ബിക്കോസ് ദേ വിൽ ബി ട്രൗൺസ് ബൈ അതേഴ്സ്. അതുകൊണ്ട് അവരുടെ സദസ്സിൻ്റെ നേർക്ക് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണുന്നുണ്ടല്ലോ, ചില ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് CPM പറയുന്നത്. ആങ്കർമാർ തന്നെ ചിലരെ ക്യാൻസൽ ചെയ്യുന്നു, ചിലർ സംസാരിക്കുമ്പോൾ മാത്രം തടസ്സപ്പെടുത്തുന്നു. ഏറ്റവും അശ്ലീലമായ ഒരു കാഴ്ച ഞാൻ കണ്ടത്, നമ്മളുടെ ശബരിമല വിവാദം നടക്കുമ്പോൾ ഷാനി പ്രഭാകർ ആങ്കർ ചെയ്തിട്ട് സുനിൽ പി ഇളയിടം, ശ്രീധരൻ പിള്ള, പിന്നെ കോൺഗ്രസിൻ്റെ ഒരാൾ കൂടെ, ഹി വാസ് റെസ്പെക്റ്റബിൾ ലീഡർ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല പേര്, ഓപ്പണിംഗ് ടോക്ക് സുനിൽ പി ഇളയത്തിൻ്റെ ആയിരുന്നു. 11 മിനിറ്റ് കണ്ടിന്യൂസ് ആ മനുഷ്യൻ സംസാരിച്ചു. ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഡെർട്ടി ആങ്കറിങ്. 11 മിനിറ്റ് സുനിൽ പി ഇളയിടം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഷാനി ഇടവേളയിലേക്ക് പോയി. ശ്രീധരൻ പിള്ളയും മറ്റേ ആളും വായും പൊളിച്ചിരിക്കുകയാണ്. ഈസ് ഇറ്റ് നോട്ട് ആൻ ഇൻസൾട്ട് ടു ദം? ദിസ് ഈസ് ഹൗ ദ ലെഫ്റ്റ് ബിഹേവ്സ്. They take your time, they barge into your time, they do whatever they want, and then they accuse you of destroying democracy. ഇത്രയ്ക്ക് ഈ നാർസിസിസ്റ്റ് എന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്യുന്ന കുറ്റം നമ്മുടേതാക്കി മാറ്റാൻ അവർക്കൊരു സാമർഥ്യമുണ്ട്. ആർഗ്യൂ ചെയ്ത് നമ്മുടേതാക്കി മാറ്റും. ഒടുവിൽ നമുക്ക് തന്നെ തോന്നും, ശരിയാണ്, ഞാൻ കാരണമാണ് ഇതെന്ന് തോന്നും. ഇതാണ് നാർസിസിസ്റ്റ് ആൾക്കാരുടെ സാമർഥ്യം. ഇതുപോലെയുള്ള നാർസിസ്റ്റുകൾ ലോകം മൊത്തമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതൊരു ഇൻഫാക്റ്റ് അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. ഇത് ബാധിച്ചിട്ടാണ് ഈ ഓപ്പൺ ഡിബേറ്റ് ഇല്ലാതെ പോയത്. ഒരു ഓപ്പൺ ഡിബേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശാന്തമായിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മറ്റ് പാർട്ടികൾക്ക് ഇങ്ങനെ ഒരു ഡിബേറ്റിംഗ് സ്വഭാവമുണ്ടോ? ഇല്ല. യു സി, ലെഫ്റ്റ് മനോഭാവമുള്ളവർ DC ബുക്സിൻ്റെ ലിറ്റററി ഫെസ്റ്റിവൽ, അവിടെ ഡിബേറ്റ് എന്ന് പറയാൻ പാടില്ല, എന്നാലും വിവിധ ധാരകളിൽ നിന്നുള്ള ആൾക്കാർ, വിവിധ ധാരയൊന്നുമില്ല, ഒറ്റ ധാരയൊന്നും ഉള്ളൂ, വല്ലപ്പോഴും വിളിക്കാറുണ്ട്. അബദ്ധം പറ്റി വിളിക്കുന്നതാണ്. അങ്ങനെ DC ബുക്സ് ലിറ്റ് ഫെസ്റ്റിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ബട്ട് വിളിച്ച് ഞാൻ ധരിച്ചൊരു ഡേറ്റ് തെറ്റിപ്പോയി. ഞാൻ തലേ ദിവസം എത്തി, അവിടെ കോഴിക്കോടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ നാളെയാണ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നലെ, റെക്കോർഡും ഇല്ല, ഫോണിലാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്ക് അവിടെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ അപൂർവം വിളിക്കാറൊക്കെ ഉണ്ട്. ഒരു ബലിമൃഗത്തെ അവർ കണ്ടുപിടിക്കും. മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ. ഇതുപോലെ ഇപ്പുറത്തുള്ളവരുടെ ദ സോ കോൾഡ് റൈറ്റ് വിങ്, അവരുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ യുദ്ധം എന്തായാലും ആസന്നമായതല്ല, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രായേൽ തിരിച്ചടിച്ചു. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പലസ്തീനിലാണ് ഹമാസ് ഒരു രാജ്യമല്ല, ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെയാണ്. ഇറാൻ ഇസ്രായേലിൻ്റെ പരമാധികാര പ്രദേശത്തേക്ക് മിസൈലുകൾ അയക്കുന്നു. പഴയ ഈ കാളവണ്ടി യുഗത്തിലെ മിസൈലുകളാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ പക്കലുള്ളത് ഇറാൻ അയച്ചതുപോലെയുള്ള മിസൈലൊന്നും ആയിരിക്കത്തില്ല. കൃത്യമായി ലക്ഷ്യം ഭേദിക്കുന്ന, നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന മിസൈലുകളായിരിക്കും പോയിരിക്കുന്നത്. അതിൻ്റെ കാഷ്വാലിറ്റി ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇറാനും ഇനി എന്തെങ്കിലും ചെയ്യേണ്ടി വരില്ലേ? ചെയ്യേണ്ടി വരും. അവരത് ചെയ്യുകയും ചെയ്യും. ഈ ചൊറിച്ചിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. അല്ല, എൻ്റെ ഒരു സംശയം, ഇത് എക്സ്പ്ലോഡ് ചെയ്യുകയുമില്ല, എന്നാൽ തീരെ അവസാനിക്കുകയില്ല. അല്ല, ഈ ഖത്തർ, മറ്റേ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ US ബേസ് ഉണ്ട്. ഇവിടെ സൗദിയിലുമുണ്ട്. ഇപ്പോൾ ഹൂതികളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കെതിരെയുള്ള ഒരാക്രമണത്തിൻ്റെ ഭാഗമായി ബഹ്റിൻ, ഖത്തർ അല്ലെങ്കിൽ സൗദി തുടങ്ങിയ രാജ്യങ്ങളെ മുൻകാലങ്ങളിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള ചില ആക്രമണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായാൽ അത് ഒരു രാജ്യാന്തര യുദ്ധമായി മാറില്ലേ? ഇല്ല. ഈ
രാജ്യാന്തര യുദ്ധം എന്നൊക്കെ പറയും, ലോകമഹായുദ്ധം ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്, അതുണ്ടാവാൻ പോകുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചില്ലറ പൊട്ടിത്തെറികളായിട്ട് നമ്മളിങ്ങനെ അങ്ങ് പോകും. ലോകസമാധാനം എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഇല്ല. എല്ലാം ഒരു രാജ്യവും ആരെയും ചൊറിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ലോകത്തൊരിടത്ത് ഒരു വെടിവെച്ച ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു ദിവസം അങ്ങനെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ, ഖത്തറിൽ, ബഹ്റിനിൽ, സൗദിയിലൊക്കെ നമ്മുടെ ഒരുപാട് പൗരന്മാരുണ്ട്. അവരുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ പൗരന്മാരെ എവിടെയേ ഇല്ലാത്തത്, ഇറാനിലുണ്ടാവും. നമ്മൾ ചന്ദ്രയാൻ വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു പോരാന്ന് വിചാരിക്കും. ചേട്ടാ ഞാനും ഉണ്ട് താനെപ്പോൾ വന്നു? ഞാൻ പണ്ട് ഇവിടെ ചായക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മളെ ഒരു സ്വഭാവം. അതുകൊണ്ട് എവിടെ ഏത് രാജ്യത്ത് എന്ത് ഭണ്ഡാരം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുണ്ടാവും, അതിൽ തന്നെ മലയാളികളും ഉണ്ടാവും. ഇപ്പോൾ കപ്പൽ പിടിച്ചില്ലേ, മലയാളി പെൺകുട്ടി തിരിച്ചു വന്നു. അതിൽ 17 ഇന്ത്യക്കാർ, അതിലൊന്നും മലയാളി, അത് പെൺകുട്ടി തിരിച്ചു വന്നു. അപ്പോൾ നമ്മളില്ലാതെ ഒരു കലാപരിപാടി അതിൽ തെറ്റുമില്ല കേട്ടോ. ലോകത്തിൻ്റെ 1/6 നമ്മളുടെ ജനസംഖ്യ. സോ വി വിൽ ബി സ്പ്രെഡിങ് എല്ലായിടത്തും ഉണ്ടാവും. നമ്മളില്ലാതെ നമുക്ക് ആശങ്കകളില്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? നമ്മൾ ആശങ്കപ്പെട്ടിട്ട് എന്തായാലും അത് ജയശങ്കർ നോക്കിക്കോളും. നമ്മൾ അതിനെപ്പറ്റി മോദി നോക്കിക്കോളും. ഈ നമുക്ക് വേണ്ടാത്ത ആശങ്കകളുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. വി ആർ ഇൻ സേഫ് ഹാൻഡ്സ്. 1 നരേന്ദ്രമോദി, 2 അമിത്ഷാ, ജയശങ്കർ, രാജ്നാഥ് സിംഗ്, ഇതുപോലത്തെ ഒരു ടീം റെഡിയാണ്. തെരഞ്ഞെടുപ്പൊന്നും പ്രശ്നമേ അല്ല. ആ മെക്കാനിസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് ഡു യു മീൻ? 780 എത്രയാ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി? 543. കഴിഞ്ഞ ഐ തിങ്ക് 2014 ഈ മോദി പങ്കെടുത്ത റാലികൾ 780 ആണ്. 780 മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ. ഇപ്പോൾ ആൾക്കാരെന്തോ അതിശയം പോലെ പറയുന്നു, ഇങ്ങനൊരു കൂടെ വരുന്നല്ലോ. അങ്ങനെ വന്നുകൊണ്ടിരുന്നു ഒരു കാലത്ത്, പുതിയതായിട്ട് വരുന്നൊന്നുമല്ല, വന്നിട്ടുണ്ട്. ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്, ഇനിയും വരും. ഞാൻ പറയുന്നത് അതുകൊണ്ട് അത്തരം ആശങ്ക, ഇറാൻ ഇറാഖിനെ ആക്രമിച്ചിട്ട് സൗദി അറേബ്യയിൽ എൻ്റെ ചേട്ടനുണ്ട്, അങ്ങനെയൊക്കെ എന്ത് പറ്റും? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ അവർ നോക്കിക്കോളും. ആ കാലം കഴിഞ്ഞു, ആശങ്കകളുടെ കാലം കഴിഞ്ഞു, ആ സംഭവമേ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മേജർ സ്കെയിൽ ഓർക്കപ്പുറത്ത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നു വെച്ചു, റഷ്യ, ഉക്രൈൻ, അങ്ങനെയായിരുന്നു. ഈവൻ ആദ്യം നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അതെ, യുദ്ധം നിർത്തിവെപ്പിച്ചിട്ട് നമ്മുടെ ആളുകളെ കൊണ്ടുവരാൻ പറ്റി. യുദ്ധം നിർത്തിവെപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളെ കൊണ്ടുവരാനൊരു ഇടനാഴി ഉണ്ടാക്കി. ആ ഇടനാഴി അവർ പ്രൊവൈഡ് ചെയ്തു, നമ്മുടെ ആൾക്കാരെ പുറത്തെടുത്തു. അതുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ ഉക്രൈൻ വിചാരിച്ചത് എന്താ, നമ്മൾ റഷ്യയുടെ ശത്രുക്കളായിട്ട് ഉക്രൈൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറുമെന്ന്. നമ്മൾ മാറിയില്ല. നമ്മൾ റഷ്യയുടെ ഓയിൽ മേടിച്ചു. റഷ്യയുടെ ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്തിട്ട് അമേരിക്കയ്ക്ക് വിറ്റു. അമേരിക്ക ബാൻ ഏർപ്പെടുത്തിയിരിക്കുക റഷ്യൻ ഓയിൽ വാങ്ങരുതെന്ന് പറഞ്ഞിട്ട്. ബട്ട് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ ഓയിൽ വാങ്ങാമല്ലോ. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യൻ ഓയിൽ വാങ്ങി. അങ്ങനെ അതിൽ നമ്മൾ കാശുണ്ടാക്കി. ഉക്രൈനിൽ നിന്ന് നമ്മുടെ പിള്ളേരെയും കൊണ്ടുവന്നു. റഷ്യ വില കുറച്ച് ഇന്ത്യൻ റുപ്പിയിലാണ് വാങ്ങുന്നത്. റഷ്യ ഡെസ്പറേറ്റ് ആയിരുന്നു. അത് നമ്മൾ മുതലെടുത്തു. അമേരിക്ക പറഞ്ഞു ഇതൊന്നും മര്യാദയൊന്നും അല്ല എന്ന് പറഞ്ഞു. പുറകെ കൂടെ അമേരിക്കൻ കമ്പനി തന്നെ, കാരണം അവന് ജീവിക്കേണ്ട അവിടെ. റഷ്യയിൽ നിന്നാണ് എണ്ണയും ഗ്യാസും ഒക്കെ വാങ്ങിയിട്ടാണ് യൂറോപ്പ്, പോളണ്ട്, ഹംഗറി പ്രദേശം മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് റഷ്യയാണ്, പൈപ്പ് ലൈൻ വഴി. ഇതില്ലാതെ ആയി കഴിഞ്ഞാൽ ഇവൻ തണുത്ത് ചത്തു പോകും സാഹിബ്. ഇത് കഞ്ഞി വയ്ക്കാനല്ല, റൂം ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു എസെൻഷ്യൽ സപ്ലൈ ആണ്, അത് അവർക്ക് നിർത്തി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്മഗിൾ ചെയ്തു, നമ്മളതിന് കൂട്ടുനിന്നു. കാരണം നമുക്ക് നല്ല കാശ് കിട്ടിയത്. ഏതായാലും സാങ്കേതികമായെങ്കിലും ഇറാനുമായി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റീസ് എന്താണെന്ന് നമുക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല, ചില യുദ്ധങ്ങൾ അനിവാര്യവുമാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.